സോളിഡ്സിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോളിഡ്സിനെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് കണ്ടക്ടേഴ്സ്, രണ്ട് ഇൻസുലേറ്റേഴ്സ്, മൂന്ന് സെമി കണ്ടക്ടേഴ്സ്. ടൈപ്സ് ഓഫ് സോളിഡ്സ് ബേസ്ഡ് ഓൺ കണ്ടക്ടിവിറ്റീസ്. കണ്ടക്ടിവിറ്റി വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും സെമി കണ്ടക്ടേഴ്സിനെയും ഡിഫൈൻ ചെയ്യാണ്. ഒന്ന് കണ്ടക്ടേഴ്സ്. ദി സോളിഡ്സ് വിത്ത് കണ്ടക്ടിവിറ്റീസ് റേഞ്ചിങ് ബിറ്റ്വീൻ 10⁴ ടു 10⁻⁷ പെർ ഓം പെർ മീറ്റർ. അവിടെ കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ കണ്ടക്ടിവിറ്റി 10⁴ 10�7 പെർ ഓം പെർ മീറ്ററിനും ഇടയിലായിരിക്കും. രണ്ട് ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ ദി സോളിഡ്സ് വിത്ത് വെരി ലോ കണ്ടക്ടിവിറ്റീസ് റേഞ്ചിങ് ബിറ്റ്വീൻ 10⁻⁻20 ടു 10⁻⁻10 ആണ് അതിന്റെ റേഞ്ച്. മൂന്നാമത് സെമി കണ്ടക്ടേഴ്സ്. സോളിഡ്സ് വിത്ത് കണ്ടക്ടിവിറ്റീസ് ഇൻ ദി ഇന്റർമീഡിയറ്റ് റേഞ്ച് ബിറ്റ്വീൻ 10⁻⁻6 ടു 10⁻⁴ പെർ ഓം പെർ മീറ്റർ ആണ് അതിന്റെ റേഞ്ച് ഓഫ് കണ്ടക്ടിവിറ്റി. ബാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിൽ കണ്ടക്ടർ എന്താണ്, സെമി കണ്ടക്ടർ എന്താണ്, ഇൻസുലേറ്റർ എന്താണെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ബാൻഡ് തിയറി പ്രകാരം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വാലൻസ് ബാൻഡ് ഉണ്ടാവും, മറ്റൊന്ന് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടാവും. ഈ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിൽ വരുന്ന ഗ്യാപ്പ് ആണ് അവിടെ ഇ.ജി. റെഡ് റൗണ്ടിൽ കാണിച്ചിട്ടുള്ള ഇ.ജി. ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഈ വാലൻസ് ബാൻഡ് എപ്പോഴും ഇലക്ട്രോൺ ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫീൽഡ് വാലൻസ് ബാൻഡ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് എംപ്റ്റി ആയിരിക്കും. ഒരു മെറ്റീരിയല് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് ഫീൽഡ് വാലൻസ് ബാൻഡിൽ നിന്ന് എനർജി ഗ്യാപ്പ് മറികടന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് അല്ലെങ്കിൽ വാക്കന്റ് അൺഫിൽഡ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോഴാണ് അവിടെ ഇലക്ട്രിസിറ്റി പാസേജ് ഉണ്ടാവുക. അപ്പൊ ആ എനർജി ഗ്യാപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സോളിഡ് കണ്ടക്ടർ ആണോ, സെമി കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ എന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്. ഒന്നാമത്തത് കണ്ടക്ടേഴ്സ്, കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ്സ്. ഒന്നാമത് കണ്ടക്ടേഴ്സ്. ഇഫ് ദി വാലൻസ് ബാൻഡ് ഈസ് പാർഷ്യലി ഫിൽഡ് or it overlaps with a higher energy unfilled അല്ലെങ്കിൽ unoccupied conduction band, that is conductors. ഇവിടെ പറയുന്നത് വാലൻസ് ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ബാൻഡ് ആയിരിക്കും. കണ്ടക്ടേഴ്സിന്റെ വാലൻസ് ബാൻഡിന്റെ പ്രത്യേകത അവിടെ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഓവർലാപ്സ് വിത്ത് ഹയർ എനർജി അൺഒക്യുപ്പൈഡ് കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഒന്നുകിൽ ഓവർലാപ്പ് ചെയ്തിട്ട് കിടക്കായിരിക്കും, അല്ലെങ്കിൽ വാലൻസ് ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം വാലൻസ് ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണിന് ഹയർ എനർജിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ഇൻസുലേറ്റർ. ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ഫിൽഡ് വാലൻസ് ബാൻഡ് ആൻഡ് ദി നെക്സ്റ്റ് ഹയർ അൺഒക്യുപ്പൈഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് ലാർജ്. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കൂടുതലായിരിക്കും ഇൻസുലേറ്ററിൽ. മൂന്നാമത്തേത് സെമി കണ്ടക്ടേഴ്സ്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് സ്മോൾ. നമ്മൾ പറഞ്ഞതിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ബാൻഡ് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനോ അതിന്റെ ഡയഗ്രാം വരക്കാനും. ആദ്യത്തേത് മെറ്റൽ അല്ലെങ്കിൽ അത് കണ്ടക്ടറാണ്. കണ്ടക്ടർ ആണെങ്കിൽ ഒന്നുകിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും ബാൻഡ്, വാലൻസ് ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ഓഫ് ബാൻഡ്സ് ആയിരിക്കും. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്ഡ് ആയിരിക്കും. ഇൻസുലേറ്റർ ആണെങ്കിൽ അവിടെ ഫോർബിഡൻ സോൺ അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ്, ലാർജ് എനർജി ഗ്യാപ്പ് ആണ് ഉണ്ടാവുക. അപ്പൊ ഫിൽഡ് വാലൻസ് ബാൻഡ് നീല നിറത്തിലുണ്ട്, വെള്ള നിറത്തില് എംപ്റ്റി കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. അപ്പൊ ഈ ഫിൽഡ് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ എംപ്റ്റി കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഫ്ലോ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് നടക്കുകയുള്ളൂ. അത്രയും വലിയൊരു എനർജി ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രോൺസിന് അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രോണിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇൻസുലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. മൂന്നാമത് സെമി കണ്ടക്ടേഴ്സ്. അവിടെ ഫിൽഡ് വാലൻസ് ബാൻഡ് ഉണ്ട് നീല നിറത്തില്, വെള്ള നിറത്തില് എംപ്റ്റി കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. അവിടെ അതിന്റെ എനർജി ഗ്യാപ്പ് വളരെ ചെറിയാണ്, സ്മോൾ എനർജി ഗ്യാപ്പാണ്. അതുകൊണ്ട് പാർഷ്യൽ ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ഫ്ലോ പോസിബിൾ ആണ്. മെറ്റലിന്റെ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞ കാര്യമാണ് പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. പാർഷ്യലി ഫിൽഡ് ബാൻഡ് ഉള്ളതാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അവിടെ ഫിൽഡ് ബാൻഡ് ഉണ്ട് ഏറ്റവും താഴെ, അതിന് മുകളിൽ പാർഷ്യലി ഫിൽഡ് ബാൻഡും ഉണ്ട്. നീല നിറത്തിൽ കാണിച്ചിട്ടുള്ളത് ഫിൽഡ് അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആണ് നീല നിറത്തിൽ കാണിച്ചിട്ടുള്ളത്. അതിന്റെ മുകളിലുള്ള വെള്ളയാണ് വാക്കന്റ് അല്ലെങ്കിൽ എംപ്റ്റി ബാൻഡ് ഉള്ളത്. അപ്പോ അതില് ബാലൻസ് ബാൻഡ് തന്നെ പാർഷ്യലി ഫിൽഡ് ആണ്. അപ്പൊ അതില് ബാലൻസ് ബാൻഡിൽ തന്നെ ഇലക്ട്രോണിന് ട്രാൻസ്ഫർ, ഇലക്ട്രോൺ മൂവ്മെന്റ്
പോസിബിൾ ആണ്. എനർജി ഗ്യാപ്പ് അവിടെ വളരെ കുറവാണ്. രണ്ടാമത്തെ ഓവർലാപ്പിംഗ് ആണ്. കണ്ടക്ടേഴ്സ് തന്നെ മറ്റൊരു പോസിബിലിറ്റി നമ്മൾ പറഞ്ഞു, ഓവർലാപ്പിംഗ് ബാൻഡ്സ്. അവിടെ ഇതിൽ രണ്ടിലും രണ്ട് കളറിൽ കൊടുത്തിട്ടുള്ള, ഏറ്റവും മുകളിലെ ലൈറ്റ് റോസ് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് കണ്ടക്ഷൻ ബാൻഡ്, എം ടി കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഓവർലാപ്പിംഗ് ബാൻഡ്സിൽ ഫിൽഡ് ബാൻഡും എം ടി ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ ഫ്ലോ വളരെ എളുപ്പമാണ്. ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ നേരത്തെ കണ്ട അതേപോലെ തന്നെ താഴെ ഫിൽഡ് വാലൻസ് ബാൻഡ് ഉണ്ട്, അതിന്റെ മുകളിൽ എം ടി കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. അത് തമ്മിലുള്ള ഗ്യാപ്പ്, ബാൻഡ് എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായതുകൊണ്ട് ഇവിടെ ബാൻഡ് ഗ്യാപ്പ് ഈസ് ലാർജ്, ദ വാലൻസ് ബാൻഡ് ഈസ് ഫുൾ ആൻഡ് ദി കണ്ടക്ഷൻ ബാൻഡ് ഈസ് എം ടി. പറഞ്ഞ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ടേക്കിംഗ് പ്ലേസ്. സെമി കണ്ടക്ടേഴ്സിൽ ഇവിടെ ഫിൽഡ് വാലൻസ് ബാൻഡ് ഉണ്ട്, എം ടി കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. പക്ഷെ അവിടെ ഉള്ള ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. Therefore, these electrons are more easily removed by thermal excitation. തെർമൽ എക്സൈറ്റേഷൻ വഴി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ തന്നെ ഫിൽഡ് വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺ എം ടി കണ്ടക്ഷൻ ബാൻഡിലേക്ക് പാസ് ചെയ്യും. ദി ബാൻഡ് ഗ്യാപ്പ് ഈസ് സ്മോളർ, ദി വാലൻസ് ബാൻഡ് ഈസ് ഫുൾ ആൻഡ് ദി കണ്ടക്ഷൻ ബാൻഡ് ഈസ് എം ടി. ക്ലാസിഫിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ സെമി കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, രണ്ടാമത്തേത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ എക്സാമ്പിൾ സിലിക്കണും ജെർമേനിയം ആണ്. സിലിക്കൺ ആൻഡ് ജെർമേനിയം ഈച്ച് ഹാവ് 4 electrons in their outer orbital. This allows them to form ക്രിസ്റ്റൽസ്. സിലിക്കണിലും ജെർമേനിയത്തിലും 4 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 4 ഇലക്ട്രോൺസും അവിടെ ബോണ്ട് ഫോം ചെയ്യും വിത്ത് 4 നൈബേഴ്സ്. നൈബർ സിലിക്കൺ ഓർ ജെർമേനിയം ആറ്റം. Therefore there is no free electrons to move. അതുകൊണ്ടാണ് ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ഇല്ലാത്തതുകൊണ്ട് നോർമൽ കണ്ടീഷൻസിൽ സിലിക്കണും ജെർമേനിയവും കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടിയേക്കാളും കൂടുതൽ കാണിക്കുക ഇൻസുലേറ്ററിന്റെ പ്രോപ്പർട്ടിയാണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് പിന്നെ എങ്ങനെയാണ് സെമി കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഓൺ ഹീറ്റിംഗ് സം ഓഫ് ദി കോവാലന്റ് ബോണ്ട്സ് ബിറ്റ്വീൻ സിലിക്കൺ ആറ്റംസ് ആർ ബ്രോക്കൺ ആൻഡ് ആസ് എ റിസൾട്ട് ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പൊ ഈ ഇൻട്രിൻസിക് സിലിക്കണും ജെർമേനിയും ഒക്കെ ഹീറ്റ് ചെയ്യുമ്പോൾ ചില കോവാലന്റ് ബോണ്ട്സ് ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനെയാണ് ഇലക്ട്രിക് കണ്ടക്ടൻസ് പോസിബിൾ ആവുന്നത്. സെമി കണ്ടക്ടേഴ്സ് ഇൻ ദി പ്യുവർ ഫോം ഈസ് കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇപ്പോൾ ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും പറഞ്ഞു. അതുകൊണ്ടാണ് ഇൻട്രിൻസിക്കിന്റെ പ്രത്യേകത പ്യുവർ ഫോമിലായിരിക്കും എന്ന് പറഞ്ഞാൽ സിലിക്കൺ മാത്രമേ ഉണ്ടാവുള്ളൂ, ജെർമേനിയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് അവിടെ പ്യുവർ ഫോം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിൽ വേറൊരു മെറ്റല് അല്ലെങ്കിൽ വേറൊരു എലമെന്റ്, വേറൊരു ആറ്റം മിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. Semiconductors in the pure form is called intrinsic semiconductor. രണ്ടാമത്തെ ടൈപ്പാണ് extrinsic semiconductors. They contain some suitable impurities in their crystal lattice. This process of adding impurities to the crystal is called doping. They are classified into 2 based on the impurity present in it. ഇവിടെ നേരത്തെ പറഞ്ഞു നമ്മൾ intrinsic semiconductor എന്ന് പറഞ്ഞാൽ പ്യുവർ ഫോമിലുള്ളതാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റീസ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലേക്ക് സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ഫിസിക്സിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചൊക്കെ. ഈ സെമി കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും രണ്ടാമത്തെ പി ടൈപ്പ് സെമി കണ്ടക്ടറും. ഡോപ്പിംഗ് സിലിക്കൺ ടു ക്രിയേറ്റ് എൻ ടൈപ്പ് സിലിക്കൺ അല്ലെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബൈ ഡോപ്പിംഗ്. ഇറ്റ് ഈസ് ബൈ ആഡിംഗ് ഇമ്പ്യൂരിറ്റി ഇൻ ടു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ സിലിക്കൺ. ദ ഡോപ്പൻ ഹാസ് 5 വാലൻസ് ഇലക്ട്രോൺസ്, സിലിക്കൺ ഹാസ് 4 വാലൻസ് ഇലക്ട്രോൺ. അപ്പോ 5 വാലൻസി ഉള്ള ഒരു ആറ്റം 4 വാലൻസി ഉള്ള സിലിക്കണിലേക്ക് ആഡ് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോസ്ഫറസ്. ഇവിടെ പിക്ചറിൽ കൊടുത്തതുപോലെ ഫോസ്ഫറസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ഫോസ്ഫറസ് വാലൻസി 5 ആയിട്ടുള്ള അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉള്ള ഫോസ്ഫറസ് 4 സിലിക്കൺ ആറ്റവുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 5ാമത്തെ ഇലക്ട്രോണ് ഫ്രീ ആയിട്ട് കിടക്കും. ആ ഇലക്ട്രോണിന് പറയുന്ന പേരാണ് എക്സ്ട്രാ അൺബൗണ്ട് ഇലക്ട്രോൺ എന്ന് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. റെഡ് സർക്കിളിൽ കാണിച്ചിട്ടുള്ളതാണ് എക്സ്ട്രാ അൺബൗണ്ട് ഇലക്ട്രോൺ. ആ എക്സ്ട്രാ അൺബൗണ്ട് ഇലക്ട്രോൺ ആണ് ഇലക്ട്രിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഫ്രീ മൂവ്മെന്റിലൂടെയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫ്ലോ പോസിബിൾ ആവും. ഡോപ്പിംഗ് സിലിക്കൺ ടു ക്രിയേറ്റ് പി ടൈപ്പ് സിലിക്കൺ സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇവിടെ ഡോപ്പൻ ഹാസ് 3 വാലൻസ് electrons, silicon has 4 valence electron.
4 വാലൻസ് ഇലക്ട്രോണുള്ള സിലിക്കണിലേക്ക് 3 വാലൻസ് ഇലക്ട്രോണുള്ള ഒരു ആറ്റം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എ ബോറോൺ ആറ്റം, ബോറോൺ ആണ് ഇവിടെ സിലിക്കണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ബോറോണിന്റെ വാലൻസ് 3 ആണ്, 3 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്. സിലിക്കൺ ആണെങ്കിൽ 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ 4 ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ക്രിസ്റ്റലിൽ, സിലിക്കണിന്റെ ക്രിസ്റ്റലിൽ ഒരു ഹോൾ അല്ലെങ്കിൽ എ ബോണ്ട് മിസ്സിംഗ് ആൻ ഇലക്ട്രോൺ that is relatively free to move around the crystal. ഒരു ഫ്രീ സ്പേസ് അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് ഇലക്ട്രോൺ സ്പേസ് ആ ക്രിസ്റ്റലിൽ എക്സിസ്റ്റ് ചെയ്യും. അതിന് ഹോൾ എന്നാണ് പറയുക. ആ ഹോളിലേക്കുള്ള ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ വഴിയാണ് അവിടെ ഇലക്ട്രോൺ മൂവ്മെന്റ് പോസിബിൾ ആവുന്നത്. ഇത്തരം കണ്ടക്ടേഴ്സിനെയാണ് പി ടൈപ്പ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ ഹോള് ക്രിയേറ്റ് ചെയ്യുന്ന, സിലിക്കണും ബോറോണും തമ്മിൽ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഹോള് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ബോറോണിന്റെ ഇലക്ട്രോൺസ് ബ്ലാക്ക് കളറിലും സിലിക്കണിന്റെ ഇലക്ട്രോൺസ് ബ്ലൂ കളറിലുമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 4ാമത്തെ സിലിക്കണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ ബോറോണിന് ഇലക്ട്രോൺ ഉണ്ടാവില്ല. അവിടെ ഹോൾ കോസ്ഡ് ബൈ ബോറോൺ ആറ്റം അഡീഷൻ. ബോറോൺ ആറ്റം ആഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാവുന്ന ഹോളാണ് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഹോളിന്റെ പ്രസൻസ് കൊണ്ടാണ് അവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ പോസിബിൾ ആവുന്നത്. എ ഹോൾ ഈസ് ക്രിയേറ്റഡ് ഇൻ ദി സ്ട്രക്ചർ ആൻഡ് ആൻ ആക്സെപ്റ്റർ എനർജി ലെവൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആൻ ആക്സെപ്റ്റർ എനർജി ലെവൽ ഈസ് ക്രിയേറ്റഡ് ജസ്റ്റ് അബൌവ് ദി വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡിന്റെ തൊട്ടു മുകളിലായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. വാലൻസ് ബാൻഡിന്റെ തൊട്ടു മുകളിലായിട്ട് ഒരു ആക്സെപ്റ്റർ എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ലിറ്റിൽ എനർജി ഈസ് റിക്വയർഡ് ടു എക്സൈറ്റ് ദി ഹോൾസ് ഇൻടു മോഷൻ. അപ്പൊ ഇലക്ട്രോണിന് ആ ഹോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് എനർജി കൊടുത്താൽ തന്നെ വാലൻസ് ബോണ്ടിന്റെ അടുത്താണ് അല്ലെങ്കിൽ വാലൻസ് ബാൻഡിന്റെ തൊട്ടു മുകളിലാണ് ഈ ഹോള് ഒരു ആക്സെപ്റ്റർ എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇലക്ട്രോണിക് ട്രാൻസിഷൻ പോസിബിൾ ആവും. ആപ്ലിക്കേഷൻ ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഒന്ന്, ഡയോഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഈസ് യൂസ്ഡ് ആസ് റെക്ടിഫയർ. ഡയോഡ് പി ടൈപ്പിന്റെയും എൻ ടൈപ്പിന്റെയും കോമ്പിനേഷനാണ്, റെക്ടിഫയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഡയോഡ്. രണ്ടാമതാണ് ട്രാൻസിസ്റ്റേഴ്സ് are made by sandwiching a layer of one type of semiconductor between 2 layers of the other type of semiconductors. മൂന്നാമത്തെ NPN and PNP type of transistors are used to detect or amplify radio or audio signals. ഈ ട്രാൻസിസ്റ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, NPN-ഉം അതേപോലെ PNP-യും. ഡിറ്റക്ട് ചെയ്യാൻ, റേഡിയോ ഓഡിയോ സിഗ്നൽസിന്റെ ഒക്കെ ആംപ്ലിഫൈ ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നു. മൂന്നാമതാണ് ഏറ്റവും പ്രധാനപ്പെട്ടാണത് സോളാർ സെൽ ഈസ് ആൻ എഫിഷ്യന്റ് ഫോട്ടോ ഡയോഡ് യൂസ്ഡ് ഫോർ കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. സോളാർ സെല്ല് ഒരു ഫോട്ടോ ഡയോഡാണ്. ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. എല്ലാ സബ്സ്റ്റൻസും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നു. അങ്ങനെ എല്ലാ സബ്സ്റ്റൻസും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാൻ കാരണം ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ്. ഇലക്ട്രോൺസ് ഒരു മൈക്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോൺസ് മൈക്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കാരണം ഇലക്ട്രോണിന്റെ 2 മോഷനാണ്. ഒന്ന് സ്പിൻ ആംഗുലാർ മോഷനും മറ്റൊന്ന് ഓർബിറ്റൽ ആംഗുലാർ മോഷൻ. പിന്നെ സ്പിൻ ആംഗുലാർ മോഷൻ ഉള്ളതുകൊണ്ട് സ്പിൻ മാഗ്നറ്റിക് മൊമെന്റും, ഓർബിറ്റൽ ആംഗുലാർ മോഷൻ നടക്കുന്നതുകൊണ്ട് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റും ഇലക്ട്രോൺ ഉണ്ടാവും. ഈ 2 മാഗ്നറ്റിക് മൊമെന്റ് ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രോണിനെ ഒരു മൈക്രോ മാഗ്നറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് 5 തരത്തിലാണുള്ളത്. ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, ആന്റി ഫെറോമാഗ്നറ്റിസം, ഫെറി മാഗ്നറ്റിസം. ഒന്നാമത്തേത് ഡയാമാഗ്നറ്റിസം. Diamagnetic materials tend to repel flux lines weakly. All the electrons are paired. They lose their magnetism in the absence of external magnetic field. ഇവിടെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകതയാണ്, ഇതൊരു മാഗ്നറ്റിക് ഫ്ലക്സിൽ റിപ്പൽ ചെയ്യും. അതേപോലെ അതിലെ എല്ലാ ഇലക്ട്രോൺസും, എല്ലാ ഓർബിറ്റലിലെ ഇലക്ട്രോൺസും പെയർഡ് ആയിരിക്കും. അതേപോലെ അത് മാഗ്നറ്റിക് നേച്ചർ കാണിക്കുക എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ മാത്രമേ മാഗ്നറ്റിക് നേച്ചർ കാണിക്കുള്ളൂ. എക്സാമ്പിൾസ് ആണ് വാട്ടർ, പ്രോട്ടീൻ, ഫാറ്റ്, സോഡിയം ക്ലോറൈഡ്, ബെൻസീൻ എന്നിവ. രണ്ടാമത്തത് പാരാമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ അട്രാക്റ്റഡ് വീക്ക്ലി ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്.
പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ വീക്കായിട്ട് അട്രാക്ട് ചെയ്യപ്പെടും. ദ ലോസ് ദെയർ മാഗ്നറ്റിസം ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുള്ളൂ. ഇവിടെ ദേ ഹാവ് വൺ ഓർ മോർ അൺപെയർഡ് ഇലക്ട്രോൺസ്. മിനിമം ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എക്സാമ്പിൾസ് ഓക്സിജൻ മുമ്പ് പഠിച്ചതാണ്. പാരാമാഗ്നറ്റിക് നേച്ചറാണ് കാണിക്കുന്നത്. ഓക്സിജൻ മോളിക്യൂൾ Cu2+, Fe3+, Cr3+ ഒക്കെ അതിന്. മൂന്നാമത്തെ ഫെറോ മാഗ്നറ്റിസം. മെറ്റീരിയൽസ് ദാറ്റ് റിറ്റെയിൻ എ മാഗ്നറ്റൈസേഷൻ ഇൻ സീറോ ഫീൽഡ്. ദേ ആർ അട്രാക്റ്റഡ് സ്ട്രോങ്ലി ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. ദേ ഹാവ് മോർ അൺപെയർഡ് ഇലക്ട്രോൺസ്. ഇതിന്റെ പ്രത്യേകത ഇറ്റ് റീറ്റെയിൻസ് മാഗ്നറ്റൈസേഷൻ ഇൻ സീറോ ഫീൽഡ്. മാഗ്നറ്റൈസേഷൻ റീറ്റെയിൻ ചെയ്യും. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യപ്പെടും. കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എക്സാമ്പിൾസ് അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗാഡോലിനിയം. നാലാമത്തെ ആന്റി ഫെറോ മാഗ്നറ്റിസം. ദേ ആർ എക്സ്പെക്ടഡ് ടു ബി ഫെറോ മാഗ്നറ്റിക് ബട്ട് ഷോസ് സീറോ മാഗ്നറ്റിക് മൊമെന്റ്. ദി മാഗ്നറ്റിക് മൊമെന്റ് ആർ ഓപ്പോസിറ്റ്ലി അറേഞ്ച്ഡ് ആൻഡ് ഹെൻസ് ക്യാൻസൽ ഈച്ച് അതർ. മെനി മെറ്റൽ ഓക്സൈഡ്സ് ആർ ആന്റി ഫെറോ മാഗ്നറ്റിക്. ആദ്യം പറഞ്ഞത് ദേ ആർ എക്സ്പെക്ടഡ് ടു ബി ഫെറോ മാഗ്നറ്റിക് ബട്ട് ഷോസ് സീറോ മാഗ്നറ്റിക് മൊമെന്റ്. അങ്ങനെ സീറോ മാഗ്നറ്റിക് മൊമെന്റ് കാണിക്കാനുള്ള കാരണം എന്റെ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അത് തമ്മിൽ പരസ്പരം ക്യാൻസൽ ചെയ്തു പോകുന്നതുകൊണ്ടാണ് സീറോ മാഗ്നറ്റിക് മൊമെന്റ് കാണിക്കാനുള്ള കാരണം. എന്റെ രണ്ടാമത്തെ ഓപ്പോസിറ്റ്ലി അറേഞ്ച്ഡ് ആണ് മാഗ്നറ്റിക് മൊമെന്റ്സ്, അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തു പോകുന്നത്. എക്സാമ്പിള് മാംഗനീസ് ഡയോക്സൈഡ്. അഞ്ചാമത്തേത് ഫെറി മാഗ്നറ്റിസം. ദേ ആർ എക്സ്പെക്ടഡ് ടു ബി ഫെറോ മാഗ്നറ്റിക് ബട്ട് ഷോസ് ഓൺലി സ്മോൾ മാഗ്നറ്റിക് മൊമെന്റ്. ദി മാഗ്നറ്റിക് മൊമെന്റ്സ് ആർ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ബട്ട് ആൾ മാഗ്നറ്റിക് മൊമെന്റ്സ് ആർ നോട്ട് ക്യാൻസൽഡ്. ഫെറി മാഗ്നറ്റിക്സത്തിന്റെ പ്രത്യേകത ഫെറോ മാഗ്നറ്റിക് നേച്ചർ കാണിക്കും, അത് പക്ഷേ സ്മോൾ മാഗ്നറ്റിക് മൊമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഓപ്പോസിറ്റ്ലി അറേഞ്ച്ഡ് മാഗ്നറ്റിക് മൊമെന്റ്സ് ആണുള്ളതെങ്കിലും അത് ഈക്വൽ അല്ലാത്തതുകൊണ്ട് പരസ്പരം ക്യാൻസൽ ചെയ്തു പോകുന്നില്ല. അതുകൊണ്ടാണ് സ്മോൾ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവാനുള്ള കാരണം. എക്സാമ്പിള് Fe2O3, Fe3O4, Mg Fe2O4, Zn Fe2O4. പബ്ലിക് എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക, ആൻസർ ചെയ്ത് നോക്കുക.